Hello, guys. We are dealing with the fifth chapter of part one, Business Communication. The name of the chapter is Preparing Agenda for Meetings. The topic we are going to discuss is agenda. What do you mean by an agenda? In a simplest form, we can say an agenda sets out the list of items to be discussed at a meeting. ഒരു മീറ്റിങ്ങിൽ സംസാരിക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ അജണ്ട എന്ന് സിമ്പിൾ സെൻസിൽ പറയാം. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ദ പേർപ്പസ് ഓഫ് ദ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ പേർപ്പസ്, എന്തിനു വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. The order in which items are to be discussed so that the meeting achieves its purpose. ഏത് ഓർഡറിലാണ് കാര്യങ്ങൾ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യേണ്ടത്. ദിസ് വിൽ ലേറ്റർ ഷേപ്പ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. ഈ ഒരു അജണ്ട അത് കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് സെറ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അത് മീറ്റിങ്സിന് വേണ്ടിയിട്ട് സഹായകരമാകും. ആൻഡ് വാട്ട് ഈസ് എ മീറ്റിംഗ്? മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുക. വാട്ട് ആർ ദ ടോപ്പിക്സ് ഡിസ്കസ്ഡ്, വാട്ട് ആർ ദ ഡിസിഷൻസ് ടേക്ഡ്, whoever were there in the meeting present, and what all are the things which have discussed in the meeting. ഇത്രയും കാര്യങ്ങൾ മിനിറ്റ്സിൽ സാധാരണയായിട്ട് ഉണ്ടാവും. The agenda may include more or less detail and will often contain timings for each item. ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാനുള്ള സമയം എത്രയാണ് എന്ന് കൃത്യമായിട്ട് അജണ്ടയിൽ ഉണ്ടാവും. An agenda is a tool for attendees, including but not limited to the chairperson and secretary. ചെയർപേഴ്സൺ, സെക്രട്ടറി പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആരാണ് അടുത്തത്? ഇപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹൂ പ്രിസൈഡ്സ് ദ ഫങ്ഷൻ. അപ്പോൾ ചെയർ എന്ന് പറയും അധ്യക്ഷൻ. അപ്പോൾ അധ്യക്ഷൻ ആരാണ് സംസാരിക്കുന്നത്, എത്ര പേര് പങ്കെടുക്കും, എത്ര സമയം എടുക്കും, എങ്ങനെയൊക്കെയാണ് സമയം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഡിസൈഡ് ചെയ്യാനും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ടോപ്പിക്കാണ് താൻ സംസാരിക്കേണ്ടത്, അവരവർ സംസാരിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അജണ്ട ഹെൽപ്പ് ചെയ്യും. ഇറ്റ് സെർവ് സെവറൽ ഫങ്ഷൻസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ മീറ്റിംഗ്. ഇറ്റ് സെർവ് സെവറൽ ഫങ്ഷൻസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പും മീറ്റിങ്ങിന് ഇടയ്ക്കും അതിനുശേഷവും ഒരുപാട് കാര്യങ്ങളിൽ അജണ്ട ഹെൽപ്പ് ചെയ്യും. ദീസ് ഫങ്ഷൻസ് ഇൻക്ലൂഡ്, അതായത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഒരു അജണ്ട നമ്മളെ സഹായിക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ ഒരു അജണ്ട നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്, യൂസ്ഫുൾ ആണ്, എങ്ങനെയാണ് അജണ്ട യൂസ്ഫുൾ എന്നുള്ളത് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് പൊട്ടൻഷ്യൽ അറ്റൻഡീസ് ഡിസൈഡ് വെദർ ദേ നീഡ് ടു അറ്റൻഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഥമ സ്ഥാനം ഒരു ഫോമിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഒരു അജണ്ട കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വെദർ ദേ നീഡ് ടു അറ്റൻഡ് ദ ഫങ്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അവർ തന്നെ പങ്കെടുക്കേണ്ടതുണ്ടോ, അതോ ജസ്റ്റ് ഒരു മറ്റൊരാൾ വഴി അവരുടെ ഒരു റൈറ്റപ്പ് എഴുതി മീറ്റിങ്ങിലേക്ക് കൊടുത്താൽ മതിയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് അജണ്ട കണ്ടു കഴിഞ്ഞാൽ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻവൈറ്റീസ് ടു പ്രിപ്പയർ ഫോർ ദ മീറ്റിംഗ്. ഇൻവൈറ്റീസ് ആയിട്ട് മീറ്റിങ്ങിൽ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്ത് പങ്കെടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ ടോപ്പിക്ക് ഡിസ്കഷനിൽ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രക്ചർ ഫോർ ദ മീറ്റിംഗ്. കൃത്യമായിട്ടൊരു സ്ട്രക്ചർ മീറ്റിങ്ങിന് കൊടുക്കാനായിട്ട്, അതായത് മീറ്റിംഗ് അലങ്കോലപ്പെടാതെ ഇരിക്കാനായിട്ട് അജണ്ട ഹെൽപ്പ് ചെയ്യും. സിമിലർലി ഇറ്റ് അലൗസ് ദ ചെയർ ടു കൺട്രോൾ ദ മീറ്റിംഗ്. ചെയറിലിരിക്കുന്ന അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ഓരോരുത്തർക്കും സംസാരിക്കാൻ ടോപ്പിക്കിന് സമയം കൊടുത്ത്, എത്ര സമയം കൊടുത്ത് അതിൽ കൂടുതൽ സമയം അവരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് നിർത്തിച്ച് രണ്ടാമത്തെ ആൾക്ക് സമയം കൊടുത്ത് അങ്ങനെ കൃത്യമായിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നിർത്താനും ഒക്കെ
ഹെൽപ്പ് ചെയ്യും. ഫൈനലി ഇറ്റ് ഗിവ്സ് എ വേ ഇൻ വിച്ച് ദ മീറ്റിംഗ് സക്സസ് ക്യാൻ ബി ജഡ്ജ്. എത്രത്തോളം സക്സസ് ആയിരുന്നു മീറ്റിംഗ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അജണ്ട ഹെൽപ്പ് ചെയ്യും. How to set an agenda and what are the heads to be followed in an agenda. While setting an agenda, what are the things which we have to keep in mind while we set an agenda? ഒരു അജണ്ട നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. First one is logistics. This includes date, time and place of meeting and its title and a list of invited attendees. സമയം, ഡേറ്റ്, സ്ഥലം, ടൈറ്റിൽ. എന്താണ് ടൈറ്റിൽ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തേർഡ് സെമസ്റ്റർ ബികോം CA PTA മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ PTA മീറ്റിംഗ് തേർഡ് സെമസ്റ്റർ ബികോം CA എന്നാണ്. എ ലിസ്റ്റ് ഓഫ് ഇൻവൈറ്റഡ് അറ്റൻഡേഴ്സ്, അതായത് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ സാധാരണയായിട്ട് പങ്കെടുക്കുന്നവരെ കൂടാതെ അതിൻ്റെ അതോറിറ്റി മറ്റാരെങ്കിലും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഡെസിഗ്നേഷനും. ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. The purpose of the meeting and any background information such as whether this is the first in a series of meetings. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നും അതിനകത്ത് വേണം. അതുകൂടാതെ ഇത് ഏതെങ്കിലും ഒരു മീറ്റിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് ആണോ എന്നുള്ളത് നമ്മളതിൽ ഒബ്ജക്റ്റീവ്സിൽ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഹൗസ് കീപ്പിംഗ്. ദിസ് ഷുഡ് ഇൻക്ലൂഡ് വെൽക്കം. വെൽക്കം എന്ന് ഉദ്ദേശിക്കുന്നത് 2-3 പേജിൽ കവിയുന്ന ഒരു വെൽക്കം സ്പീച്ച് അല്ല, 1-2 സെൻറ്റൻസുകൾ മാത്രം. ഇൻട്രൊഡക്ഷൻസ്, എന്തിനു വേണ്ടിയിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ എനി അപ്പോളജീസ് ഫോർ ആബ്സെൻസ്. നോർമലി what is the normal thing which we follow is that if somebody invites us to a meeting or if we have to attend a meeting at a particular time and we are not able to we know that we are not able to attend that meeting at the particular time, we should inform the organizers even before the meeting starts and we have to apologize. അപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്, മീറ്റിങ്ങിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ അതായത് നമുക്ക് മറ്റെന്തെങ്കിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മീറ്റിംഗ് നടത്തുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരെ നിർബന്ധമായിട്ടും അറിയിക്കണം. ക്ഷമ ചോദിച്ചിട്ട് പറയണം, എനിക്ക് ഇതിന് പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് മറ്റൊരു അർജൻറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള അപ്പോളജീസും ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം. ഇറ്റ് ഷുഡ് ഓൾസോ കവർ അപ്രൂവൽ ഓഫ് പ്രീവിയസ് മിനിറ്റ്സ്. അപ്പോൾ മുൻപുള്ള മിനിറ്റ്സിൻ്റെ, അതായത് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അംഗീകരിച്ചു എന്ന് അതിൻ്റെ അംഗീകാരം അജണ്ടയിൽ ഉൾപ്പെടുത്തണം. ആൻഡ് എനി മാറ്റേഴ്സ് അറൈസിങ് ഫ്രം ദം that are not dealt with elsewhere in the agenda. പക്ഷേ അതിൽ നിന്നുള്ള ഒരു കാര്യങ്ങളും, അതായത് മുന്നുള്ള മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്താൽ മാത്രം മതി, പക്ഷേ അതിലുള്ള കാര്യങ്ങളൊന്നും പുതിയ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിലുള്ള കാര്യങ്ങളൊന്നും അജണ്ടയിൽ ഉൾപ്പെടുത്തണ്ട. മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്താൽ മാത്രം മതി. മിനിറ്റ്സ് എന്താണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഐറ്റംസ്, ദ എസൻസ് ഓഫ് ദ അജണ്ട. The items is known as the essence of agenda. Each item should have a number, a title and a presented lead. ഒരു നമ്പർ ഉണ്ടാവും. ഒന്നാമതായിട്ട് ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ടൈറ്റിൽ എന്താണ്, ഏത് ടോപ്പിക്കാണ്, ആരാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, അയാളുടെ ഡെസിഗ്നേഷൻ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണം. നമ്പർ വൈസിൽ കൊടുക്കണം. ഇറ്റ് ഓൾസോ ഹാവ് എ സജസ്റ്റഡ് ടൈം ലിമിറ്റ് ഓൺ ദ ഡിസ്കഷൻ. ഈ ഒരു ടോപ്പിക്കിന് എത്ര സമയം കൊടുക്കാം എന്നുള്ളതും കൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ്, എനി അതർ ബിസിനസ്, AOB. അതായത് ഇത് എന്തിനാണ് മെയിനായിട്ടെന്ന് വെച്ചാൽ, ഇൻ കേസ് ഡിസ്കഷൻസ് നീണ്ടു പോകുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനി അതർ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് മീറ്റിങ്ങിൻ്റെ ദൈർഘ്യം അനുസരിച്ച് നമ്മൾ വെക്കുന്നത്. മെനി അജൻഡാസ് എൻഡ് വിത്ത് ആൻ ഐറ്റം
on any other business or AOB. While this can be an opportunity for attendees to flag up something for inclusion in a future agenda, it can also be very disruptive uh, to the smooth flow of the meeting. അപ്പം എന്തെങ്കിലും കാര്യം പുതുതായിട്ട് ഇതിപ്പോൾ എനി അതർ ബിസിനസ് തന്നെ ടൈം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഉണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ആസ് AOB traditionally comes last, it is also the term that attendees are most likely to remember. അപ്പോൾ AOB എന്നാണ് സാധാരണയായിട്ട് എല്ലാവരും ഓർത്തിരിക്കാറ്. A well-run meeting with a well-prepared agenda should mean that nobody wishes to raise any other business. അപ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു അജണ്ട, പ്രിപ്പയർ ചെയ്ത അജണ്ടയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു AOBയുടെ ആവശ്യം സാധാരണഗതിക്ക് വരാറില്ല. ഡു നോട്ട് ഇൻക്ലൂഡ് AOB ആസ് എൻ അജണ്ട ഐറ്റം അറ്റ് ഓൾ. അങ്ങനെ AOB എന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. Close. This should include the chair's summary of the meeting, the date and time of the next meeting, and any actions agreed and who is responsible. അപ്പോൾ this should include the chair's, ചെയർ എന്ന് പറഞ്ഞാൽ അധ്യക്ഷൻ്റെ മീറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ചെയ്യും, ചെറുതായിട്ട് സമ്മറി, ഒരു ചെറിയൊരു സമ്മറി വന്നിട്ട് ഈ ഒരു അധ്യക്ഷൻ പറയും. ദ ഡേറ്റ് ആൻഡ് ദ ടൈം ഓഫ് ദ നെക്സ്റ്റ് മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമും അതിൻ്റെ സമയവും അതിൻ്റെ ഡീറ്റെയിൽസും ഡേറ്റും പ്ലേസും ഒക്കെ പറയും. ആൻഡ് എനി ആക്ഷൻസ് എഗ്രീഡ് ആൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ, അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അതിൻ്റെ ആരാണ് അതിന് ചുമതലയായിട്ടുള്ള വ്യക്തി എന്നുള്ള കാര്യങ്ങളും നമ്മൾ അജണ്ടയിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഐ തിങ്ക് this will do for today's class. Thank you.